ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ അതിരൂക്ഷമായി പടർന്നു പിടിക്കുകയാണ്. ഇതുവരെ 11 പേർക്ക് ജീവൻ നഷ്ടമാവുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾ അഗ്നിക്കിരയാകുകയും ചെയ്തതോടെ നഗരം വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. 2 ലക്ഷത്തോളം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അഗ്നിശമന സേനയുടെ തീവ്ര ശ്രമങ്ങൾക്കിടയിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ കെടുതികളും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ലോസ് ആഞ്ചൽസിൽ കാട്ടുതീയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ശക്തമായ വരൾച്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കടുത്ത വരൾച്ച കാരണം മരങ്ങളും ചെടികളും ഉണങ്ങി കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണിപ്പോൾ നിലനിൽക്കുന്നത്. തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ ഇത് വളരെയധികം സഹായകമായി. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. കാലിഫോർണിയ ഫയർ സർവീസ് ബറ്റാലിയൻ ചീഫ് ഡേവിഡ് അക്യൂനയുടെ അഭിപ്രായ പ്രകാരം ഈ മേഖലയുടെ 95% കാട്ടുതീ മനുഷ്യരുടെ ഇടപെടൽ മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ്. എന്നാൽ ഈ പ്രത്യേക തീപിടുത്തം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ശക്തമായ കാറ്റും മഴയുടെ കുറവും ഇപ്പോഴത്തെ തീപിടുത്തത്തിന് പ്രധാന കാരണമെന്നാണ്. കാലാവസ്ഥാ വ്യതിയാന സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്നുവെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നുണ്ട്. US ഗവൺമെന്റിന്റെ പഠനങ്ങൾ പടിഞ്ഞാറൻ അമേരിക്കയിലെ വൻ കാട്ടുതീക്ക് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. US ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വർദ്ധിച്ച ചൂടും നീണ്ട വരൾച്ചയും വരണ്ട അന്തരീക്ഷവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാട്ടുതീയുടെ അപകട സാധ്യതയും വ്യാപനവും വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ്. കാലിഫോർണിയയിൽ കടുത്ത വേനൽക്കാലവും സമീപ മാസങ്ങളിൽ മഴയുടെ കുറവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. തെക്കൻ കാലിഫോർണിയയിലെ തീപിടുത്ത സീസൺ സാധാരണയായി മെയ് മുതൽ ഒക്ടോബർ വരെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ വർഷം മുഴുവൻ തീപിടുത്തം ഒരു പ്രശ്നമായി മാറിയെന്ന് സംസ്ഥാന ഗവർണർ ഗാവിൻ ന്യൂസം വെളിപ്പെടുത്തുകയുണ്ടായി. തീക്കൊരു കാലമില്ലെന്നും വർഷം മുഴുവൻ തീ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷത്തിനിടെ ജനുവരി മാസത്തിലുണ്ടായ മൂന്നാമത്തെ വലിയ തീപിടുത്തം കൂടിയാണിതെന്നും കാലിഫോർണിയ ഫയർ സർവീസ് ബറ്റാലിയൻ ചീഫ് ഡേവിഡ് അക്യൂന BBC-യോട് വെളിപ്പെടുത്തുകയുണ്ടായി. തീ കൂടുതൽ ശക്തമായി പടരുന്നതിന്റെ സാന്റാന കാറ്റിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് US തീരത്തേക്ക് വീശുന്ന ഈ കാറ്റ് മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ വീശാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സാന്റാന കാറ്റ് വർഷത്തിൽ പലതവണ വീശും. ലോസ് ആഞ്ചൽസിലും തെക്ക് കാലിഫോർണിയയുടെ ചില ഭാഗങ്ങളിലും ഈ കാറ്റ് ദൈനംദിന ജീവിതത്തെ കാര്യമായി തടസ്സപ്പെടുത്താറുമുണ്ട്. കാട്ടുതീയുടെ സാഹചര്യത്തിൽ ഈ കാറ്റ് കൂടുതൽ വിനാശകരമാവുകയും ചെയ്യുന്നു. സാധാരണയായി സെപ്റ്റംബർ അവസാനം മുതൽ മെയ് വരെയാണ് ഈ കാറ്റ് കൂടുതലും വീശുന്നത്. കുറച്ച് ദിവസത്തേക്ക് മാത്രം വീശുന്ന ഈ കാറ്റ് ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുവാനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 മുതൽ 80 മൈൽ വരെയാണ് സാധാരണ കാറ്റിന്റെ വേഗത. പക്ഷെ ചില അവസരങ്ങളിൽ ഇത് മണിക്കൂറിൽ 100 മൈൽ വരെ എത്താനും സാധ്യതയുണ്ട്. ഈ കാറ്റ് തീയുടെ വ്യാപനത്തെ കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും. ഏകദേശം 1,79,000-ഓളം പേരാണ് ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ നിന്ന് വീടൊഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് തീർത്തും നിരാശാജനകമായ കാര്യമാണ്. ആളുകൾ അവരുടെ കയ്യിലൊതുങ്ങുന്ന സാധനങ്ങളുമായി പലായനം ചെയ്യുകയാണിപ്പോൾ. താമസിയാതെ 2 ലക്ഷത്തോളം പേർക്ക് കൂടി വീടൊഴിയേണ്ടി വരുമെന്നാണ് നിലവിലെ മുന്നറിയിപ്പ്. പോലീസ് പറയുന്നത് പ്രകാരം പ്രദേശത്ത് 7 പേർ മരിക്കുകയുണ്ടായി. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും ലോസ് ആഞ്ചൽസ് കൗണ്ടി ഷെരീഫ് റോബർട്ട് ലൂണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലായനം ചെയ്ത സ്ഥലങ്ങൾ കവർച്ചയും മോഷണവും വർദ്ധിക്കുകയാണ്. ഈ കേസുകളിൽ 20 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തീ അണയ്ക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങളും കാര്യമായി തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ചില അഗ്നിശമന സേനാംഗങ്ങളുടെ പൈപ്പിൽ വെള്ളം പോലും ഇല്ലായിരുന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. US പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം പ്രധാനമായും ഉന്നയിച്ചത്. എന്നാൽ അഗ്നിശമന സേനാംഗങ്ങൾക്ക് വെള്ളമില്ലാത്തതായി റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഫയർഫോഴ്സ് മേധാവി ആന്റണി മരോൺ വെളിപ്പെടുത്തിയിട്ടുണ്ട്.